السلام عليكم ورحمة الله أيها الأحبة أسعد الله أوقاتكم بكل خير وعافية أهلا بكم إلى حلقة جديدة وفي الحلقة الماضية طلبت منكم إعداد حوار പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹിവാർ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അല്ലേ? ബൈനമൻ അൽ ഹിവാർ, ബൈനമൻ അൽ ഹിവാർ നാം ബൈന റജുലി വ സൗജത്തിഹി, ആ വീട്ടുകാരനും ഭാര്യയും തമ്മിലുള്ള ഒരു ഹിവാറാണ് നമ്മൾ എഴുതാൻ പറഞ്ഞിരുന്നത്. ഹൽ കതബ്തുമുൽ ഹിവാർ? നാം അഹ്സൻതും. اليوم أقدم أمامكم نسخة مثالية للحوار عليكم التحسين والتحرير وفقا لهذا الحوار. ആ ഹിവാറിൻ്റെ ഒരു മാതൃക കൊടുക്കുന്നു. അത് നോക്കിയിട്ട് കൂട്ടുകാർ തെറ്റുകൾ തിരുത്തുക. ندرس اليوم ترجمة حياة للكاتب مصطفى لطفي المنفلوطي. نقرأ الفقرة عن حياته. ഇന്ന് മുസ്തഫ ലുത്ഫിൽ മൻഫലൂത്തിയെക്കുറിച്ചുള്ള ഒരു പാരഗ്രാഫാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് 38 കൊടുത്ത ആ പാരഗ്രാഫ് നമുക്കൊന്ന് വായിക്കാം. മുസ്തഫ ലുത്ഫിൽ മൻഫലൂത്തി അഹദു ഉദബ ഇൽ ആസിറിൽ ഹദീസ്. മുസ്തഫ ലുത്ഫിൽ മൻഫലൂത്തി അഹദു ഉദബ ഇൽ ആസിറിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിൽ ഒരാളാണ്. അദീബ് എന്നതിൻ്റെ ജമ്മാണ് ഉദബാ. അദീബ്, ഉദബാ, സാഹിത്യകാരൻ. വാലിദുഹു മുഹമ്മദ് ലുത്ഫി, അദ്ദേഹത്തിൻ്റെ പിതാവ് മുഹമ്മദ് ലുത്ഫി. ഉലിദ ബി മൻഫലൂത്ത്, ജനിച്ചത് മൻഫലൂത്ത് ഫി മിസ്ർ, ഈജിപ്തിലെ മൻഫലൂത്ത് എന്ന സ്ഥലത്താണ്. സന 1876 മീലാദി, 1876. തലക്കൽ ഒലൂമ മിൻ ജാമിയത്തിൽ ഹസർ ബിൽ ഖാഹിറ, കൈറോയിലെ അൽ ഹസർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത്. കാന അദീബൻ വകാതിബൻ വ ഖസസിയൻ, അദ്ദേഹം സാഹിത്യകാരനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. ഖസസിയൻ, കഥാകൃത്തുമായിരുന്നു. ഖസസി, കഥാകൃത്ത്. വമിൻ മുഅല്ലഫാത്തിഹിൽ മഷ്ഹൂറ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ അൻ നളറാത്ത് വൽ അബറാത്ത് വൽ ഫളീല വ മാജിദുലിൻ, ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ. തൂഫി ഹാദൽ അദീബുൽ മഷൂർ, പ്രസിദ്ധനായ ഈ സാഹിത്യകാരൻ മരണപ്പെട്ടു. ബിൽ ഖാഹിറ, കൈറോയിൽ. സന 1924 മീലാദി, 1924. ഇതാണ് മൻഫലൂത്തിയുടെ കുറിച്ചുള്ള ചെറിയൊരു ജീവചരിത്രം. ഇത് ചെയ്യാനുള്ളത് നുറാജു തർജമത്തുൽ ഹയാത്ത് വ നുഇദ്ദു മിൻഹ 5 അസ്ഇല. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ തർജമത്തുൽ ഹയാത്ത് വായിച്ച് വ നുഇദ്ദു മിൻഹ 5 അസ്ഇല, 5 ചോദ്യങ്ങൾ അതിൽ നിന്ന് തയ്യാറാക്കണം. വളരെ ലളിതമായ ഒരു പ്രവർത്തനമാണ്. നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അദവാത്തുൽ ഇസ്തിഫാം ഏതൊക്കെയാണ് നമുക്കറിയാം. മൻ, മത, മാദ, കൈഫ, ഇങ്ങനെ കുറേ അദവാത്തുൽ ഇസ്തിഫാം ഉണ്ട്. ആ അദവാത്തുൽ ഇസ്തിഫാം ഉപയോഗിച്ചുകൊണ്ട് ഈ പാരഗ്രാഫിൽ നിന്ന് 5 ചോദ്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. മുസ്തഫ ലുത്ഫിൽ മൻഫലൂത്തി അഹദു ഉദബാ ഇൽ ആസിറിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിൽ ഒരാളാണ് മുസ്തഫ ലുത്ഫിൽ മൻഫലൂത്തി. നമുക്ക് ചോദിക്കാം, ആരാണ് മുസ്തഫ ലുത്ഫിൽ മൻഫലൂത്തി? എങ്ങനെ ചോദിക്കുക? മൻ മുസ്തഫ ലുത്ഫിൽ മൻഫലൂത്തി. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ത് കിട്ടും? മുസ്തഫ ലുത്ഫിൽ മൻഫലൂത്തി അഹദു ഉദബാ ഇൽ ആസിറിൽ ഹദീസ്. അഹദു ഉദബാ ഇൽ ആസിറിൽ ഹദീസ് എന്നത് ഉത്തരമായി കണ്ടിട്ടാണ് നമ്മൾ ചോദ്യം ഉണ്ടാക്കുന്നത്. വാലിദുഹു മുഹമ്മദ് ലുത്ഫി, അപ്പോൾ മുഹമ്മദ് ലുത്ഫി എന്നത് നമുക്ക് ഉത്തരമായി കിട്ടണം. അപ്പോൾ ചോദ്യം എങ്ങനെ വരിക? മൻ വാലിദുഹു, അല്ലെങ്കിൽ മൻ വാലിദു മുസ്തഫ ലുത്ഫിൽ മൻഫലൂത്തി. വുലിദ ബി മൻഫലൂത്ത് ഫി മിസ്ര സന 1876 മീലാദി, 1876 ഈജിപ്തിലെ മൻഫലൂത്തിൽ ജനിച്ചു. നമുക്കവിടെ 2 ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഒന്നൊരു സ്ഥലം ഉത്തരം കിട്ടണം. മൻഫലൂത്ത് എന്ന സ്ഥലം
ഉത്തരമായി കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കേണ്ടത്? ഐന, എവിടെ? അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് സ്ഥലമാണ് വരിക. ഐന ഉലിദ മംഫലൂത്തി. അടുത്തത് 1876 എന്ന വർഷം, ആ കാലം ഉത്തരമായി കിട്ടണം. അപ്പോൾ ഏത് അദവാത്തുൽ ഇസ്തിഫാമ ഉപയോഗിക്കേണ്ടത്? മറ്റാ, എപ്പോൾ. സ്ഥലം ഉത്തരമായി കിട്ടണമെങ്കിൽ ഐന എന്നതും അതുപോലെ തന്നെ കാലമാണ് അല്ലെങ്കിൽ സമയമാണ് ഉത്തരമായി കിട്ടേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന അദവാത്തുൽ ഇസ്തിഫാം മതാ എന്തുമാണ് കിട്ടേണ്ടത്. ഇനി തലക്കൽ ഉലൂമ മിൻ ജാമിയത്തിൽ അസ്ഹർ ബിൽ ഖായിറ. കൈറോയിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം വിദ്യാഭ്യാസം നേടി. എവിടെ നിന്നാണ് വിദ്യാഭ്യാസം നേടിയതെന്ന്? ഏതാ ഉത്തരം കിട്ടുന്നത്? ജാമിയത്തുൽ അസ്ഹർ. മിൻ ഐന തലക്കൽ ഉലൂം. അങ്ങനെ പിന്നെ ഈ പാരഗ്രാഫ് വായിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഒരു 5 ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഇൻഷാ അല്ലാഹ് ഇലാ ലിഖാഇൻ ആഖർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.